ഹലോ ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ശ്രീകാന്തിനാണെങ്കിൽ സച്ചി വർഷയുടെ അച്ഛനെ അടിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താ സച്ചിയേട്ടാ ഈ കാണിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. എടാ, നീ നിൻ്റെ അമ്മായിപ്പനെ സപ്പോർട്ട് ചെയ്തു, പക്ഷേ എൻ്റെ ഭാര്യയെ അയാൾ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നിനക്കറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ടൊരു കാര്യവും പറയണ്ട എന്ന് പറഞ്ഞിട്ട് വാ രേവതി എന്ന് പറഞ്ഞ് രേവതിയുടെ കൈയും പിടിച്ച് അങ്ങ് നടന്നു പോകുന്നുണ്ട്. ഉടനെ മഹിമയെന്ന് രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരുത്തൻ താമസിക്കുന്ന വീട്ടിൽ ഞാൻ എന്ത് ഉറപ്പിച്ച എൻ്റെ മകളെ അവിടെ കൊണ്ട് നിർത്തുന്നത്, അവളെ ഇനി അങ്ങോട്ട് വിടുന്നതിനെക്കുറിച്ച് എനിക്കൊന്നുകൂടെ ആലോചിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരത്തേനുടനെ അത് കേൾക്കുമ്പോഴത്തേന് മധുസൂദനൻ പറയും, മോളെ എന്നെ അടിച്ച് അവൻ്റെ വീട്ടിൽ നിനക്കിനിയും പോയി താമസിക്കണോ? നീ പണ്ട് ഒരിക്കലും ഇവൻ വന്ന് വീട്ടിൽ വന്ന് അടിച്ചു, ഇന്നിപ്പോൾ എത്ര പേരുടെ മുമ്പിൽ വെച്ച് അവൻ എന്നെ അപമാനിച്ചതും തല്ലിയതും, അതുകൊണ്ട് നിനക്ക് ആ വീട്ടിൽ പോകണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരത്തേന് വർഷമൊന്നും ഇടാൻ നിൽക്കണം. ഉടനെ ചന്ദ്രമതി പറയും, മോളെ ഇതെല്ലാം മോള് ഒന്ന് ക്ഷമിക്കുക, മോള് എൻ്റെ കൂടെ വരണം, ശ്രീകാന്തിൻ്റെ കൂടെ അങ്ങോട്ട് വീട്ടിലോട്ട് വരണമെന്ന് പറയും. അന്നേരത്തേനുടനെ വർഷ പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ലെന്ന്, ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങ് ഓടിപ്പോവുകയാണ്. അത് കാണുമ്പോഴത്തേന് മധുസൂദനും മഹിമയ്ക്കും അങ്ങ് സന്തോഷമാകും, അതുപോലെ തന്നെ ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പറയും, എന്താ അങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിച്ച് വീട്ടിലേക്ക് വന്നൂടെ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ വേറെ ആരും പറയുന്നത് കേൾക്കാൻ നിൽക്കാതെയാണ് വർഷ അങ്ങ് പോകുന്നത്. തങ്ങളുടെ പ്ലാൻ വിജയിച്ച സന്തോഷത്തിൽ നിൽക്കുന്നുണ്ട് മധുസൂദനും മഹിമയും കൂടെ. അപ്പോൾ ശ്രീകാന്തിൻ്റെ അടുത്ത് വന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്, മോൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വർഷയും കൊണ്ട് വീട്ടിലേക്ക് വന്നേര്, ഞങ്ങൾ പോയേക്കുക എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയാണ്. അന്നേരം ശ്രീകാന്ത് ഒന്നും മിണ്ടുന്നൊന്നുമില്ല കേട്ടോ, ഇവരെ ചോദിക്കുന്നതിനനുസരിച്ച് ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പം ബാക്കി എല്ലാവരും ഉടനെ അങ്ങ് പിരിഞ്ഞങ്ങ് പോവുകയാണ്. തങ്ങൾ വിചാരിച്ചതിൽ നന്നായിട്ട് പ്രോഗ്രാം കലക്കാൻ പറ്റിയതിൻ്റെ സന്തോഷത്തിലാണ് ശ്രുതിയും മീരയും. എന്തായാലും നമ്മൾ ഉദ്ദേശിച്ചതിൽ നന്നായിട്ട് പ്രോഗ്രാം നടന്നല്ലേടി എന്നൊക്കെ ചോദിച്ച് ഇവർ സന്തോഷം പങ്കിടുന്നുണ്ട്. തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചന്ദ്രമതിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യമാണ്, മഹിമയുടെ മുമ്പിൽ ഞാൻ എങ്ങനെ ഇനി നോക്കുമെന്നൊക്കെ. അന്നേരം മനസ്സിൽ മുഴുവൻ സച്ചി മധുസൂദനെ എടുത്തിട്ട് അടിക്കുന്നതും ഒക്കെയാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പറയും, ഞാൻ എൻ്റെ മാനം പോയി, ഇനി ഞാൻ ആരുടെ മുമ്പിലും ഇനി എങ്ങനെ തല ഉയർത്തി നിൽക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ അവിടെ നിന്നൊന്നും കഴിച്ചില്ലല്ലോ, നമുക്ക് വല്ല ഫുഡ് ഓർഡർ ചെയ്യാമെന്ന്. നിനക്ക് കഴിക്കുന്ന കാര്യം മാത്രമുള്ളല്ലോ ചിന്ത, ബാക്കിയുള്ളവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ മാനം പോയി, ഞാൻ മഹിമയോട് എന്ത് പറയും, എന്നോട് മഹിമ പറഞ്ഞതായിരുന്നു അവനെയും കൊണ്ട് വരരുതെന്ന്, എന്നിട്ട് ഞാൻ കൊണ്ടുപോയത്, ഇപ്പോൾ എന്ത് ചെയ്യാനായി, എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായത്, ഇവിടെ മകളും മരുമക്കളും കാരണമായി പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ബഹളമാണ് ചന്ദ്രമതി. ആ സമയത്താണ് രവി അങ്ങോട്ട് കയറി വരുന്നത്. രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ സമാധാനമായോ, ഞാൻ പറഞ്ഞതല്ലായിരുന്നോ സച്ചിയെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന്, അതെങ്ങനെ അവൻ വരുന്നില്ലെങ്കിൽ നിങ്ങളും വരുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ബഹളം വെച്ച കാരണമല്ലേ അവൻ വന്നത്, അവിടെ ഉണ്ടാക്കിയ പ്രശ്നം മുഴുവൻ അവൻ കാരണമല്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ രവീന്ദ്രൻ ആദ്യമൊക്കെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയും, ആ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത് അയാളല്ലേ എന്ന് ചോദിക്കും. വർഷയുടെ അച്ഛനാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം വിട്ടെന്ന് പറയും. അന്നൊക്കെ കാര്യം ശരിയാണെങ്കിലും നമ്മൾ വേണ്ടായിരുന്നോ മിണ്ടാതിരിക്കാൻ എന്നൊക്കെ. അപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും വർഷയുടെ അച്ഛനെ അവൻ തല്ലാൻ പാടില്ലായിരുന്നു, അവൻ അങ്ങനല്ലേ നല്ലാതൊക്കെ ഇരിക്കുകയല്ലായിരുന്നു, പക്ഷേ അവനെക്കൊണ്ട് തല്ലായിരുന്നു വാങ്ങിപ്പിക്കുന്ന പരിപാടിയല്ലേ ചെയ്തത് വർഷയുടെ അച്ഛൻ. അയാൾ എന്തെല്ലാം പറഞ്ഞത്, ഒരു ഭാര്യയെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആണായ ഒരുത്തൻ അങ്ങനെയൊക്കെ തല്ലുകയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓ, അവൻ്റെ ഒരു ഭാര്യ എന്നൊക്കെ ചോദിക്കും. നിനക്ക് തോന്നുന്നുണ്ടോ അവിടെ നടന്ന സംഭവത്തിന് അവർക്കാണ് ഉത്തരവാദിത്വമെന്ന്? അതെങ്ങനെയാണ്, നമ്മൾ എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും സച്ചി അടങ്ങിയിരിക്കുകയില്ല, സച്ചി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ചന്ദ്രമതി ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. വർഷം ശ്രീകാന്തും ഇങ്ങനെ വന്നില്ലേ എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അപ്പം ശ്രുതി പറയേ ഇല്ല, അവർ വർഷയുടെ വീട്ടിലോട്ട് പോയെന്നോ, അതെന്തിനാ അവരുടെ വീട്ടിലോട്ട് പോയെന്ന് ചോദിക്കും. പിന്നെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ വർഷ അവരുടെ വീട്ടിലോട്ട് പോകാതെ ഇങ്ങോട്ട് വരുമോ, അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് പോകാൻ തുടങ്ങുക. അന്നേരം പറയുന്നുണ്ട്, എന്തൊക്കെയായെന്ന് പറഞ്ഞാലും രേവതി മാല മോഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ആർക്കാണെങ്കിലും തല്ലാൻ തോന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേന് ഉടനെ ചന്ദ്രമതി പറയുന്നുണ്ട്, അത് പിന്നെ അവൾ മോഷ്ടിക്കുകയല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്ന്. അത് കേൾക്കുമ്പോഴത്തേന് ദേഷ്യം വരുന്നുണ്ട് രവീന്ദ്രന്. നീ എന്താ പറഞ്ഞെന്ന് ചോദിക്കും. നീ ഒരിക്കൽ കൂടി നീ അങ്ങനെ പറഞ്ഞു പോയേക്കരുതെന്ന് പറയും. ഒരിക്കൽ പോലും അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, നീയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിക്കുന്നത്, അവരുടെ ഒപ്പം നീയും കൂടെ ചേർന്ന് ഇങ്ങനെ ചെയ്തിരിക്കുന്നൊക്കെ പറയാം. അന്നേരത്തിന് ഉടനെ ശ്രുതി ഉടനെ നല്ലവൾ ചമന്നങ്ങ് പറയുന്നുണ്ട്, എന്നാലും എന്തൊക്കെയായാലും വർഷയുടെ അച്ഛനെ തല്ലാൻ പാടില്ലായിരുന്നു, സച്ചി ചെയ്ത് തെറ്റ് തന്നെയാണ് അങ്കിൾ എന്നൊക്കെ. അത് തെറ്റൊക്കെ തന്നെയാണ് കാര്യം ശരി, എന്നാലും അവൻ ചെയ്തതിൽ ഒരു തെറ്റും കാണുന്നില്ല ഞാനെന്ന് പറയുന്നുണ്ട് രവീന്ദ്രൻ. എന്നിട്ട് പറയും, ഞാനൊന്ന് ശ്രീകാന്തിനെ വിളിക്കട്ടെന്ന്. എന്നിട്ട് ശ്രീകാന്തിനെ ചെന്ന് വിളിക്കുന്നുണ്ട്. ശ്രീകാന്ത് ഫോൺ എടുക്കുമ്പോൾ രവീന്ദ്രൻ ചോദിക്കും, എന്താ മോനെ ഫോണൊക്കെ എടുക്കാൻ താമസിക്കുന്നത് എന്നൊക്കെ ചോദിക്കും.
അച്ഛാ എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ഇന്ന് നടന്ന സംഭവത്തിൽ. എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കും. നടക്കാൻ പാടില്ലാത്ത തന്നെയാണ് മോനെ നടന്നത്. പക്ഷേ അതിനെല്ലാം കാരണക്കാരൻ വർഷയുടെ അച്ഛനാണ്. അയാൾ എന്തൊക്കെയാണ് സച്ചിയും രേവതിയും പറഞ്ഞത് നിനക്കറിയാവോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ശരിയായിരിക്കും അച്ഛാ, എന്നാലും അങ്കിളിനെ അടിച്ചത് ശരിയായില്ല എന്നൊക്കെ പറയും. അവൻ അങ്ങനെ അടി മേടിക്കാനുള്ള വർത്തമാനങ്ങൾ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ. എന്നിട്ട് പറയും നീ വർഷയും ആയിട്ട് വീട്ടിലോട്ട് വരണമെന്ന്. വർഷ വരുമെന്ന് തോന്നുന്നില്ല അച്ഛാ, വർഷ ഭയങ്കര ദേഷ്യത്തിലാണ്, ഞാനും മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടിലാണ് എന്ന് പറയാം. എന്നാലും നീ വീട്ടിലോട്ട് വരണമെന്ന് പറയുന്നുണ്ട് ഇല്ല അച്ഛാ എനിക്ക് അങ്ങോട്ട് വരാൻ തോന്നുന്നേ ഇല്ലെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് സങ്കടമാകുന്നുണ്ട് രവീന്ദ്രന്. എന്നിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവരോട് പറയുന്നുണ്ട് വർഷയും ശ്രീകാന്തും വരും എന്ന് പറയും. അന്നേരത്തേന് ഇവർക്ക് വിശ്വസിക്കാനൊന്നും തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അങ്ങ് പോകുന്നുണ്ട് രവീന്ദ്രൻ. അന്നേരം ചന്ദ്രമതി പറയും അവർ വരത്തില്ല, എനിക്ക് ഉറപ്പാണ്, അദ്ദേഹത്തിൻ്റെ മോൻ കണ്ടില്ലേ, മോൻ കാണുമ്പോൾ അറിയാം വരത്തില്ലെന്ന് തന്നെയായിരിക്കും അവൻ പറഞ്ഞെന്നൊക്കെ പറയും. അന്നേരത്തേന് ശ്രുതി എന്ന് ചന്ദ്രമതിയോട് അങ്ങ് ആശ്വസിപ്പിക്കുകയാണ്. പോട്ടെ ആൻറ്റി, എന്തൊക്കെ ആയാലും വർഷം ഇങ്ങനെ വന്നോളും എന്നൊക്കെ പറയും. അന്നേരത്തേന് ഉടനെ ശ്രുതി വിളിച്ചുകൊണ്ട് മേലെ അങ്ങ് കയറി പോകുന്നുണ്ട്. പിന്നെ സച്ചിയും രേവതിയും കൂടെ ഒരു റെസ്റ്റോറൻറ്റ് മുമ്പിൽ വന്ന് വണ്ടി നിർത്തുമ്പോൾ സച്ചിയോട് രേവതി ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ നിർത്തിയെന്ന്. റെസ്റ്റോറൻറ്റ് മുമ്പിൽ വണ്ടി നിർത്തുന്നത് എന്തിനാ, കഴിക്കാനായിട്ട് എന്ന് പറയും. കഴിക്കാനോ, എനിക്ക് കഴിക്കാനൊന്നും വേണ്ടെന്ന് പറയും. അതൊന്നും പറ്റത്തില്ല, നീ വന്ന് കഴിച്ചേ പറ്റത്തുള്ളൂ, അവിടെ വെച്ചൊന്നും കഴിച്ചില്ലല്ലോ എന്ന് സച്ചി പറയുന്നുണ്ട്. വേണ്ട സച്ചിയേട്ടാ, നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം, എനിക്ക് കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥയില്ലെന്നൊക്കെ പറയും. അതിന് നീ വീട്ടിൽ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടാണോ പോകുന്നതെന്ന് ചോദിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വല്ലതും കഴിക്കാൻ നിൻ്റെ അമ്മായിമ്മ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീയാണ് അവിടെ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയെന്നും നമ്മൾ കാരണം അവർക്ക് വർഷയും ശ്രീകാന്തുമായിട്ടൊക്കെ ഉള്ള പ്രശ്നങ്ങളായെന്നും എല്ലാം പറഞ്ഞ് അവർ നിനക്ക് മനസ്സമാധാനം തരത്തില്ല. അത് കാരണമാണ് പറഞ്ഞത് വല്ലതും കഴിച്ചേച്ച് പോകാമെന്ന്. അന്ന് വേണ്ട സച്ചിയേട്ടാ, നമുക്ക് കഴിക്കണ്ട എന്ന് തന്നെയാണ് രേവതി പറയുന്നത്. എന്നാൽ പിന്നെ നിന്നെ കൊണ്ട് ഞാൻ വീട്ടിൽ വിട്ടിട്ട് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകുമെന്ന് പറയും. എവിടെ പോകുന്ന കാര്യമെന്ന് ചോദിക്കും. ബാറിലേക്ക് പോകും എന്ന് പറയും. ബാറിലോ? വേണ്ട, അങ്ങോട്ട് പോകണമെന്ന് പറയും. എനിക്കിപ്പോൾ 2 ഫുൾ എടുത്താൽ പോലും എനിക്ക് സമാധാനം കിട്ടത്തില്ല. അതുപോലല്ലേ അവിടെ പ്രശ്നങ്ങളുണ്ടായത്. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാനൊരു മൂലയിൽ പോയി മിണ്ടാതനങ്ങാതിരിക്കുകയല്ലായിരുന്നു, എന്നിട്ടും അവർ നമ്മളെ പലതും പറഞ്ഞ് എന്നെക്കൊണ്ട് തല്ലിപ്പിക്കുകയല്ലായിരുന്നോ ചെയ്തെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് രേവതിയോട്. അന്നേരം നീ വരുന്നെങ്കിൽ വാ, കഴിച്ചേച്ച് പോകാമെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് പിന്നെ രേവതി അങ്ങ് സമാധാനപ്പെടുകയാണ്. അന്നേരം സച്ചി പറയുന്നുണ്ട് അച്ചമ്മ ഇല്ലാഞ്ഞ ഭാഗ്യം, അല്ലെങ്കിൽ അച്ചമ്മ അയാൾക്കിട്ട് തല്ലിയേനും, ഇതിലും വലിയ പ്രശ്നമായി പോയേനെന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ഭയങ്കര സങ്കടമായി പോയി കാണുമെന്ന് രേവതി പറയുന്നുണ്ട്. അച്ഛൻ എന്തായാലും അവനിട്ട് 2 തല്ലിയതിൻ്റെ വിഷമം കാണും, എന്നാലും ഞാൻ പിടിച്ചില്ലായിരുന്നു, അച്ഛൻ അവനിട്ട് ആദ്യം തല്ലുകയില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കും. എന്തായാലും നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞ് ഇവരകത്തേക്ക് പോയി കഴിക്കാനായിട്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന മധുസൂദനെയും മഹിമയാണ്. അവർ 2 പേരും സന്തോഷത്തിലാണ്. മരുമോനെയും മകളെയും വീട്ടിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയതും അവരുടെ പ്ലാനൊക്കെ വിജയിച്ചല്ലോ, അതിൻ്റെയൊക്കെ സന്തോഷത്തിലിരിക്കുന്ന മഹിമയും മധുസൂദനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.